വർഷങ്ങൾക്ക് മുമ്പ് ഫുജൈറയിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ലെനിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് ന്യായമായും ലഭിക്കേണ്ടിയിരുന്ന മരണാനന്തര സഹായങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഇതവർക്ക് നിഷേധിക്കുകയാണെന്നാണ് ലെനിൻ്റെ ഭാര്യ രാജിയുടെ പരാതി. ഇന്ന് പറക്കമുറ്റാത്ത 2 കുട്ടികളെയും അമ്മയുമായി രാജി കുടുംബം നോക്കാൻ പാടുപെടുകയാണ്. അതിനുത്തരം തേടിയാണ് ഇന്ന് രാജി പ്രവാസ ലോകത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ലെനിൻ എത്ര കാലം ഗൾഫിൽ ജോലി ചെയ്തു? 10 വർഷത്തിന് മുകളിലുണ്ടായിരിക്കും. 10 വർഷം കൂടുതൽ. ഇതേ കമ്പനിയിലാണോ ജോലി ചെയ്തത്? ഈ കമ്പനിയിലാണ് ജോലി ചെയ്തത്. ഇത് ആരുടെ കമ്പനിയാണ്? ഇത് പാർട്ട്ണർഷിപ്പാണ്. ഇരിങ്ങാലക്കുടയുള്ളൊരു ആളെ എനിക്ക് മലയാളി. അതിൽ ഒരു പാർട്ട്ണർ ഇരിങ്ങാലക്കുടക്കാരനാണ്. ആളെ പേരെന്താ? ആളെ ഷാജി. ആളിപ്പുണ്ടോ? ആളുണ്ട്. ആളെവിടെ? ആൾക്ക് ഗൾഫിൽ ഇതിൽ പാർട്ട്ണർഷിപ്പ് കൂടാണ്ട് ആളെ ഏതോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലെനിൻ പറഞ്ഞറിയാം. മറ്റേ പാർട്ട്ണർ ആരാ? അവരെനിക്കറിയില്ല. ഈ ആളെ മാത്രമേ എനിക്കറിയുള്ളൂ. ലെനിൻ ഡ്രൈവറായിട്ട്. സംഭവിച്ചു. ആള് ഇവരെ ഡീസൽ കമ്പനിന് ഒമാനിന്ന് ഡീസൽ എടുത്തിട്ട് UAE കൊടുക്കലാണ് അവരുടെ കമ്പനിയുടെ മെയിനായിട്ടുള്ളത്. ആളപ്പോൾ ഒമാനിലേക്ക് പോയി വരുന്ന വഴിക്കാണ് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത്. ആക്സിഡൻറ്റ് വണ്ടി ഇടിച്ച് ഡിവൈഡറിൽ ഇടിച്ച് പിന്നെ വണ്ടി കത്തി, അങ്ങനെ നമ്മൾ അറിഞ്ഞത്. അതിലിപ്പോൾ ഒരു 90% ബേണായിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. ഇപ്പോൾ ഒരു 2020 അത് കൊറോണ ടൈമിലായിരുന്നു. പക്ഷെ അവർ കമ്പനി ഇത് അന്ന് കേസ് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഇൻഷുറൻസിൻ്റെ ക്ലെയിമിനായിട്ടുള്ളത്. പക്ഷേ ഇതുവരെ നമ്മൾ ആളെ എടുത്ത് ചോദിക്കുമ്പോൾ അവർ ഇപ്പം പറയണത് മദ്യപിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടാണ് കിട്ടാത്തതെന്ന് പറയണത്. പക്ഷെ ആളൊരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല, അത് ഉറപ്പാണ്. പിന്നെ ആളുടെ വേറൊരു സുഹൃത്തുണ്ട്. അപ്പം ഞാൻ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചു. ആള് പറഞ്ഞത് ലെനിന് ലൈസൻസ് ഹെവിയിന്. അപ്പം അന്ന് ഹെവി ലൈസൻസാണ്. അന്ന് ഓടിച്ചിരുന്ന ലൈറ്റിൻ്റെ വെഹിക്കിള്, അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ആള് പറയുന്നത്. കറക്റ്റായിട്ട് കമ്പനി ആള് മരിച്ച സമയത്ത് ഞങ്ങൾക്ക് മാസം 10,000 വെച്ച് 1 വർഷത്തോളം അയച്ചു തന്നുണ്ട്. പിന്നെ ഒരു 2-3 ലക്ഷം രൂപയോളം വേറെ തന്നിട്ടുണ്ട്. അത്ര മാത്രമേ തന്നിട്ടുള്ളൂ കമ്പനിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഇൻഷുറൻസിൻ്റെ അവരന്ന് പറഞ്ഞാൽ അവർ കേസ് നടത്തണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ നാട്ടിൽ നിന്ന് ലീഗൽ ഹെയർസ് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി യാതൊരു വക വിവരങ്ങളും ഇല്ല. ഇപ്പം 2 വർഷമായിട്ട് ആളങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ആള് ഒരു വ്യക്തമായ മറുപടി അല്ല തരുന്നത്. ഇതേപോലെ ആള് ഇപ്പം ലെനിൻ ജൂണിലാണ് ആക്സിഡൻറ്റ് നടന്നത്. അതിൻ്റെ മുന്നേ ആളൊരു ഒക്ടോബറിൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഗൾഫിൽ വെച്ച് ആൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറിയൊരു ഇത് കാണിച്ചിട്ട്, അപ്പോൾ ആൾ പറയുന്ന ആള് ഹോസ്പിറ്റലിൽ മെഡിക്കൽ റിപ്പോർട്ട് അങ്ങനെ ഉള്ളതുകൊണ്ടൊക്കെ കിട്ടാത്തതെന്നാണ് പറയുന്നത്. അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഇത് കിട്ടാണ്ടായിട്ട് കണ്ട കാലം കാത്തിരുന്നതെന്ന് ആദ്യം അന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു മരണമല്ലേ, ഇങ്ങനെ ഒരു ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വഴി, ഒരു കത്തയക്കുകയോ അവരുമായിട്ടൊരു ഇതുണ്ടാക്കുകയോ ഒക്കെ വേണ്ടേ? ആളുടെ മാമനൊക്കെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് അത്? അവിടെ ഉള്ള ആരും ഇല്ലല്ലോ? ഇല്ല. നിങ്ങളും ഞാനും ഉണ്ണികളും പിന്നെ ലെനിൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിക്കണ്ടായിരുന്നു. പിന്നെ ആൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. അപ്പോൾ ആളുടെ മാമനൊക്കെ ഇനി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പിന്നീട് പിന്നെ അവരൊന്നും ഇപ്പം ഞങ്ങളായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പം ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഞാനിപ്പോൾ എംബസിയിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കോൺസുലേറ്റ്, മുഖ്യമന്ത്രിക്ക്, പിന്നെ നോർക്കയിലേക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വിദേശകാര്യ മന്ത്രാലയം, ഇവിടേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എംബസിയിൽ നിന്ന് അവിടുത്തെ ഒരു ഓഫീസർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഈ ഷാജി എന്ന് പറയുന്ന ആളുടെ നമ്പർ എൻ്റെ ആകെ ഒരു കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്ന ആളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അവർക്ക് കൊടുത്തു. ഒരു 6-7 മാസം മുന്നേ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴൊക്കെ ആളെ എനിക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ എംബസിയിൽ നിന്ന് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞ ആ സാറ്. നിങ്ങൾ MP കൊടുത്തോ? MP കൊടുത്തിട്ടില്ല. അതെന്താ കൊടുക്കാൻ? അല്ല, എല്ലായിടത്തും അവിടെ വരണ്ടല്ലോ. അല്ല, അയാൾ തൃശ്ശൂർ തെരഞ്ഞെടുക്കുന്നതൊക്കെ പറയണ്ടല്ലോ. തൃശ്ശൂരത്തെ MP അല്ലേ അയാള്?
അദ്ദേഹത്തിനൊന്ന് കണ്ടു നോക്ക്. അദ്ദേഹം വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആളായിട്ടാക്കി തോന്നിയിട്ടുള്ളത്. ചെയ്യായിരിക്കും. അയാളൊക്കെ ഇടപെടാൻ പറ്റിയ ആളാണല്ലോ. പ്രധാനമന്ത്രിയായിട്ടൊക്കെ വലിയ തോതിൽ ബന്ധമുള്ള ആൾ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പ്രധാന ഇത് വഹിക്കുന്ന ആളൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പലതും ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് വന്നെന്ന് പറഞ്ഞത് എന്നെ അറിയാം ആൾക്ക്. പിന്നെ ഈ എന്താ ഷാജി എന്നല്ലേ പേര്? ആളുടെ പാർട്ട്ണറുടെ പേര് ഷാജി. ഷാജിയെ ഒന്നും കൂടിയും ബന്ധപ്പെടാൻ നോക്കുക. ഞാൻ ഷാജിക്ക് ഇതിൽ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. ഫ്യൂജറിലെ പ്രവാസി സുഹൃത്തുക്കളോടാണ്. ഈ കമ്പനിയുടെ പേരെന്താ പറഞ്ഞത്? ഇവരുടെ ഓറിയൻ്റൽ ഡീസൽ ട്രേഡിംഗ് LLC. ഓറിയൻ്റൽ ഡീസൽ കമ്പനി അല്ലേ എന്നാണ് ഈ കമ്പനിയുടെ പേര്. മലയാളികളുടെ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളികൾ ഇപ്പോൾ വലിയ നിലയിൽ എന്താ പറയുക സാമ്പത്തിക മുന്നേറ്റം സാധിച്ചൊരു സ്ഥലമാണ് ഗൾഫ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാവങ്ങളെ അനാഥരെ ഒക്കെ അനാഥമാക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഈ മുതലാളിമാർക്കൊക്കെ. അങ്ങനെ വെറുതെ പറഞ്ഞ് കൈയൊഴിയലല്ല. ഇൻഷുറൻസൊക്കെ പല കാര്യവും പറഞ്ഞ് എപ്പോഴും കൈയൊഴിയും. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെ വളരെ കുറവേ കൊടുക്കാറുള്ളൂ. ഇല്ലാത്ത കാരണങ്ങൾ പറയും, ഇല്ലാത്ത ഇതുകൾ പറയും. ഇവിടെ തന്നെയല്ല, ലോകത്തിലെവിടെയും, ഗൾഫിൽ തന്നെയല്ല, അമേരിക്കയിൽ പോലും ആദ്യം റിജക്റ്റ് ചെയ്യാമെന്ന് എന്നോട് അടുത്തൊരാൾ പറഞ്ഞു. അത് പിന്നെ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊരു ഇൻഷുറൻസ് സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവത്തിലുള്ള ഒരു സംവിധാനത്തിൽ കുറേയും കൂടിയും ശക്തമായിട്ട് ഷാജി ഇടപെടണം എന്നാണ് എനിക്കുള്ളത്. ഇവരുടെ ജീവിതമൊക്കെ വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് വേണ്ടി ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് ഈ മക്കളൊക്കെ എങ്ങനെ പോണു? കുടുംബമൊക്കെ ജോലി ഉണ്ടോ? അപ്പോൾ ഒരു ചെറിയൊരു ജോലി ഉണ്ട്. വേറെ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളും അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്? അമ്മയുടെ കൂടെയാണ് വീട്ടിൽ. എന്താ പറയാണ്ടല്ലോ? ഉഷാറായിട്ട് ഇരിക്കണ്ടല്ല? എന്താ പേര്? ആത്മിക്. ഓക്കെ. ഓ യു? ആദ്വിക്. ഓ എത്ര പഠിക്കണേ? അയ്യോ UKG. ഓക്കെ. വലിയ പഠിച്ചു വലിയ ആളുകളാണ് കേട്ടോ. വലിയ ജോലി ഉദ്യോഗമൊക്കെ ആവണം കേട്ടോ. നമ്മളൊക്കെ വലിയ ആളുകളാവും. സന്തോഷമായിട്ട് പോയി കേട്ടോ.